ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11th സ്റ്റാൻഡേർഡിലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്ററിലെ കാര്യങ്ങളാണ്. ഓക്കെ, സീക്വൻസ് എന്താണ്, സീരീസ് എന്താണെന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അതാണ്, സീക്വൻസും സീരീസുമാണ്. അതിൽ നമുക്ക് എന്താണ് സീക്വൻസ് എന്ന് പഠിക്കാം. ഓക്കെ, സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കതിനൊരു എക്സാമ്പിൾ രീതിയിൽ പോവാം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ സീക്വൻസ് എന്നുള്ളത് എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. സീക്വൻസിന് ഞാൻ 2-3 സീക്വൻസ് എഴുതുകയാണ്. ഈ നമുക്കൊരു അവസാനമില്ലാതെ നമ്പറുകളുടെ ശ്രേണികളെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണെന്ന് നോക്കൂ. ഞാനൊരു എക്സാമ്പിൾ എഴുതുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എഴുതുന്നു 2, 4, 6, 8 എക്സെട്ര. നമ്പേഴ്സാണ് അല്ലേ, നമ്പേഴ്സ് കോമയിട്ട് എഴുതുന്നതാണ്. അനദർ എക്സാമ്പിൾ ഞാൻ കുറച്ച് സീക്വൻസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുകയാണ്. 2, 4, 6, 8 എക്സെട്ര എന്ന് പോയിട്ടുണ്ട്. പിന്നെ അടുത്തത് 1, 3, 5, 7 എക്സെട്ര. നെക്സ്റ്റ് എക്സാമ്പിൾ 3, 7, 11 etc. Next example 1, 3, 9, 27 etc. Another example 2, 4, 8, 16 etc. ഈ സീക്വൻസ്, അതായത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഈ സീക്വൻസ്, ഇതിനെ നമുക്ക് സീക്വൻസ് എന്ന് തന്നെ പറയാം. ബിക്കോസ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഓരോ എക്സാമ്പിൾ വരുമ്പോഴും അവിടെ എന്താണ് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. 2, 4, 6, 8 എക്സെട്ര എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത നമ്പർ ഏതാണെന്നൊന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത നമ്പർ എങ്ങനെയാണ് പോയിരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേ. ഈ 2വിൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 4 കിട്ടിയത്. 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് നമ്മൾക്ക് 6 കിട്ടിയത്. 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് നമ്മൾക്ക് 8 കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 10. അപ്പോൾ അടുത്തുള്ള സംഖ്യകളെല്ലാം നമുക്ക് പറഞ്ഞിങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് അതിൽ നിൽക്കാത്ത രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് വരാം. എഗെയിൻ 1, 3, 5, 7 എക്സെട്ര എന്നാണ് പോയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയേ, 1 കഴിഞ്ഞ് നമുക്ക് 3 വന്നത് 2 ആഡ് ചെയ്തപ്പോഴാണ്. 3യിൽ നിന്ന് 5 വന്നത് 3 + 2 5 ആണ്. 5 + 2 7 ആണ്. നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 7 + 2 9 ആണ്. ഹിയർ ഓൾസോ 2 എന്ന് പറയുന്ന നമ്പറാണ് ആഡ് ചെയ്ത് പോയത്. നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് വരാം. അടുത്ത എക്സാമ്പിൾ നോക്കിയേ, 3 കഴിഞ്ഞാൽ വന്നേക്കുന്നത് 7 ആണ്. ദാറ്റ് മീൻസ് 4 ആഡ് ചെയ്തപ്പോഴാണ് 7 കിട്ടിയത്. 7 + 4 ആണ് 11. 11 + 4 ആണ് 15. നെക്സ്റ്റ് നമ്പർ 15 ആണ്. അടുത്തത് എന്താ? 15 + 4 ആണ് 19 എക്സെട്ര. അങ്ങനെ പോകുന്നതാണ് ഞാൻ മൂന്നാമത് പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ. ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് വരാം. നാലാമത്തെ എക്സാമ്പിൾ നോക്കിയേ, 1, 3, 9, 27 എക്സെട്ര. ഇതെങ്ങനെയാണ് പോയിരിക്കുന്നത്? 1 × 3 3, 3 × 3 9, 9 × 3 27, 27 × 3 81 എക്സെട്ര. സോ ഹിയർ 3 ആണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, അതായത് ഗുണിക്കുക ചെയ്തിരിക്കുന്നത്. അടുത്തത് നോക്കിയേ, 2 × 2 4, 4 × 2 8, 8 × 2 16. സോ ഹിയർ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? 2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നുണ്ട്. ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ഒന്നെങ്കിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഒരു ശ്രേണിയെ കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ എഴുതുന്ന ഒരു സീക്വൻസിൻ്റെ അടുത്ത സംഖ്യ നമ്മൾക്ക് എപ്പോഴും പറയാൻ സാധിക്കും. ഞാൻ അനദർ എക്സാമ്പിളിലേക്ക് വരുന്നു. നമുക്ക് നോക്കാം. അനദർ എക്സാമ്പിളിലേക്ക് വരാം. ഒന്ന് നോക്കിയേ, 1, 5, 12, 3 എക്സെട്ര. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏതെങ്കിലും ഒരു സംഖ്യ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഒന്നും പോയേക്കുന്ന കാര്യമല്ല. ഇതിൻ്റെ അടുത്ത സംഖ്യ എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം ഒരു റൂൾ അത് ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് സീക്വൻസ് അല്ല. ദിസ് ഈസ് നോട്ട് എ സീക്വൻസ്. സോ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ എൻഡ്ലെസ് മീൻസ് അവസാനമില്ലാത്ത സക്സഷൻ ഓഫ് നമ്പേഴ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ എക്സാമ്പിളിൽ നമ്മൾ കണ്ടു, ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആഡ് ചെയ്തിട്ട് നമുക്ക് സീക്വൻസ് ഉണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സീക്വൻസ് ഉണ്ടാക്കാം. അപ്പോൾ ആഡ് ചെയ്ത സീക്വൻസിനെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നും അരിത്തമെറ്റിക്
പ്രോഗ്രഷൻ എന്നും മൾട്ടിപ്ലൈ ചെയ്തു വരുന്ന സീക്വൻസിനെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നും പറയും. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സീക്വൻസിനെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. AP ആൻഡ് GP ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരുന്നത് തന്നെയാണ്. പക്ഷേ ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്, സീക്വൻസ് ആൻഡ് സീരീസ് എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും, മുഴുവനായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ എൻഡ്ലെസ് സക്സഷൻ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ആൻഡ് എക്സെട്ര, അല്ലെങ്കിൽ ആൻഡ് സോ ഓൺ. നമുക്കിവിടെ ഒരു ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്, ടേംസിനനുസരിച്ച് പോകും. അടുത്ത ടേം എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷനെ പറ്റി പഠിക്കണം. അപ്പം ഞാൻ എടുക്കാൻ പോവാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് നമുക്ക് നോക്കാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, വാട്ട് ഡു യു മീൻ ബൈ ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? എക്സാമ്പിളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സീക്വൻസിനെയാണ്, അല്ലേ? എ സീക്വൻസ് ഇൻ വിച്ച് ദ ടേംസ് ആർ ആഡഡ് അപ്പ്. ടേംസ് എങ്ങനെയാണ്? ആഡ് ചെയ്താണ് ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്തുന്ന സംഖ്യയെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്നും ഫസ്റ്റ് ടേമിനെ നമ്മൾ A എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് എ സീക്വൻസ് ഇൻ വിച്ച് the terms are got by adding a constant number to the preceding term. Clear? അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP എന്ന് പറഞ്ഞാൽ arithmetic progression it is obtained by arithmetic progression എന്ന് പറയുന്നത് it is obtained by adding a constant number to its preceding term. To its preceding means മുമ്പത്തെ term, to its preceding term. So ഇതിന് നമുക്കിനി ഓരോരോ ഫോർമുലാസ് ഉണ്ടാക്കണം, ടേംസ് കാണാനായിട്ട്, സമ്മ് കാണാനായിട്ട്. ഇതൊക്കെയാണ് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. സോ ഞാനൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനെ ജനറൽ ആയിട്ട് എഴുതാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെയാണ് പറഞ്ഞത്. സോ ലെറ്റ് A ബി ദ ഫസ്റ്റ് ടേം. A എന്നുള്ളത് ഫസ്റ്റ് ടേം ആണെങ്കിൽ ലെറ്റ് A ബി ദ ഫസ്റ്റ് ടേം ആൻഡ് D ബി ദ കോമൺ ഡിഫറൻസ്. D എന്ന് പറയുന്നത് ഏത് ടേം ആണോ നമ്മൾ ആഡ് ചെയ്ത് പോയാൽ അതാണ്. അതിനെയാണ് എന്ത് പേര് പറയുക? കോമൺ ഡിഫറൻസ് എന്ന്. ആൻഡ് D ബി ദ കോമൺ ഡിഫറൻസ്, ദെൻ AP ഈസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് ഫസ്റ്റ് ടേം A, then the second term is A plus D and the next term is A plus 2D. D ആഡ് ചെയ്താണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ A plus 2Dയുടെ കൂടെ D ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A plus 3D etc. The terms are denoted by T1, T2, T3 etc. ടേംസിനെ നമുക്ക് ഷോർട്ടാക്കി പറയാം, T1, T2, T3 etc. എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് ഈ സീക്വൻസിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എഴുതുന്നു T1 എന്ന് പറഞ്ഞാൽ A ആണ്, T2 എന്ന് പറഞ്ഞാൽ A plus D ആണ്, T3 എന്ന് പറഞ്ഞാൽ A plus 2D ആണ്. അങ്ങനെയാണെങ്കിൽ Tn എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഫോർമുലയായിട്ട് തന്നെയാണ് നമുക്ക് വരുന്നതും. ഫസ്റ്റ് ടേം A ആണ്, സെക്കൻഡ് ടേമിനെ ഞാൻ D ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഇനി ഈ സെക്കൻഡ് ടേമിൻ്റെ കൂടെ D ആഡ് ചെയ്തപ്പോൾ D plus D വരുമല്ലോ, അതുകൊണ്ടാണ് 2D എന്ന് വന്നത്. A plus 2D എന്നാണ് വന്നത്. അപ്പോൾ T3 എന്ന് പറഞ്ഞപ്പോൾ 3യിൽ നിന്ന് ഒന്ന് കുറഞ്ഞിട്ടാണ് 2 വന്നത്. അപ്പോൾ Tn എന്ന് പറയുമ്പോൾ A plus n minus 1 into T. So this is the formula for finding the nth term of a AP. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ nth ടേം കാണാനുള്ള ഫോർമുലയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. Tn ഈക്വൽ ടു A plus n minus 1 into Dn. ഇനി നമുക്ക് ഈ ടേംസിനെ വെച്ചിട്ടുള്ള രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഒരു 3-4 ടേംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ എളുപ്പമാണ്. അതിൽ 50ാമത്തെ ടേം കാണുക പറയുമ്പോൾ 50ാമത്തെ ടേം വരെ നമുക്ക് എഴുതിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ടേമിൻ്റെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ടേംസ് ഇവാലുവേറ്റ് ചെയ്യും. അതിലൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ 25th term of find the 25th term of the AP. ഈ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് ഓഫ് ദ AP. ഞാനൊരു AP എടുക്കുകയാണ്. 1, 4, 7,
10 എക്സെട്ര. ഇതിൻ്റെ 25ാമത്തെ ടേം എന്താണ്? ദറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഈ സീക്വൻസിനെ ഒന്ന് കറക്റ്റായി നോക്കാം അല്ലേ. ഇത് AP തന്നെയാണോ എന്നറിയാൻ നമുക്ക് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്താണോ ഈ സീക്വൻസ് ഉണ്ടായേ എന്നൊന്ന് നോക്കിയാൽ മതി. നോക്കിയേ, കോൺസ്റ്റന്റ് ടേം ആഡ് ചെയ്താണോ പോയെന്ന് നോക്കാം. 1 4 7 10. ഈ നമുക്ക് ഈ ആഡ് ചെയ്താണോ അല്ലയോ എന്നൊക്കെ അറിയാൻ നമുക്ക് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിനെ ഒന്ന് കുറച്ച് നോക്കിയാൽ മതി. നമുക്ക് ആ ടേം എല്ലാവരുടെയും സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. നോക്കൂ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 4 - 1 എന്താ 3 ആണ്. അതേപോലെ തന്നെ അടുത്തടുത്ത ടേംസ് 7 - 4 എന്താ 3 ആണ്. അടുത്ത് നോക്കിയാൽ 10 - 7 എന്താ 3 ആണ്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും 3 ആഡ് ചെയ്തുകൊണ്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. ആകെ 4 ടേംസാണ് നമുക്ക് ഈ സീക്വൻസിൽ തന്നിരിക്കുന്നത്, ബാക്കി എക്സെട്ര എന്ന് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ മനസ്സിലായി ഹിയർ ഇതൊരു AP ആണ്. സോ ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം ഇതിനെ നമ്പേഴ്സിലേക്ക്, സിമ്പിൾസിലേക്ക് മാറ്റാം. ഹിയർ A എന്ന് പറഞ്ഞാൽ APയുടെ ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത്. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ് 1. D എന്ന് പറയുന്നത് ഒരു AP തന്നാൽ നമുക്ക് എപ്പോഴും അറിയേണ്ടത് ഇതാ, Aയും Dയും എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ടേം വേണമെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനൊരു APയിൽ നിന്ന് ആദ്യം എഴുതേണ്ടത് Aയും Dയും എന്താണെന്നാണ്. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. D എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ ഡിഫറൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, എല്ലാത്തിൻ്റെയും ഡിഫറൻസ് നോക്കിയപ്പോൾ D 3 എന്നല്ലേ കിട്ടിയത്. സോ ഹിയർ 3 ആണ് നമ്മളുടെ D എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ 25th ടേം അല്ലേ. 25th ടേം എന്താണെന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 25th ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, T25 എന്ന് എഴുതാം. T1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം, T2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, T3 എന്ന് പറയുന്നത് തേർഡ് ടേം. അങ്ങനെയാണെങ്കിൽ 25th ടേമിനെ നമുക്ക് T25 എന്നല്ലേ പറയാൻ പറ്റുക. അപ്പോൾ T25 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. 25th ടേം എന്താണെന്നാണ് കാണേണ്ടത്. അപ്പോൾ ടേം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. TN ആണ് ടേം കാണാനുള്ള ഫോർമുല. എന്താ TNൻ്റെ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്, A+n-1 ഇൻറ്റു D എന്നാണ് ഫോർമുലയുള്ളത്. A+n-1 ഇൻറ്റു D. എങ്ങനെയത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ T25 എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് 1 പ്ലസ് N എന്ന് പറയുന്നതാണ് 25 - 1 ഇൻറ്റു D എന്ന് പറയുന്നത് എന്താ 3 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 25 - 1 എന്ന് വെച്ചാൽ എന്താ 24 ഇൻറ്റു 3. ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ്, എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടേ അഡീഷൻ നടത്താൻ പാടുള്ളൂ. മാത്തമാറ്റിക്സിന് ഒരു പ്രിഫറൻസ് ഉണ്ട് അല്ലേ, എപ്പോഴും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് മുൻഗണന. അഡീഷൻ സബ്ട്രാക്ഷൻ അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് നമ്മളുടെ ആ ഒരു ഇക്വേഷനിൽ നിന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമേ നമ്മൾ അഡീഷൻ നടത്താൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 24 × 3 4 × 3 12 1 3 × 6 72 എന്ന് വരും. 24 × 3 ഈസ് 72. അപ്പോൾ 72 + 1 ദാറ്റ് ഈസ് 73. സോ ഇതിലത്തെ ഈ സീക്വൻസിലെ 25ാമത്തെ ടേം എന്ന് പറയുന്നത് 73 ആണ്. ക്ലിയർ? ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇതുപോലെ എത്ര ടേംസ് വേണമെങ്കിലും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഇത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ 109th ടേം ഓഫ് 1 10 20 30 40 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ ഇതൊരു സീക്വൻസാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ ഇട്ട് തന്നാൽ അത് സീക്വൻസാ. AP ആണോ GP ആണോ എന്നുള്ളത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്ന് വരും, ക്വസ്റ്റ്യനിൽ പറയാതെയും ഇരിക്കും. പക്ഷെ നമുക്ക് ആ സീക്വൻസ് കാണുമ്പോൾ അറിയണം അല്ലേ. നമ്മൾ പഠിച്ച തുടക്കത്തിൽ തന്നെ അങ്ങനെയല്ലേ നമ്മൾ തുടങ്ങിയത്. സീക്വൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആഡ് ചെയ്തോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തോ ഫോം ചെയ്ത ഒരു ശ്രേണിയെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുന്ന സീക്വൻസിനെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷനും എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഇങ്ങനെയല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് AP GP എന്നൊന്നും ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ചോദ്യം കണ്ടുകൊണ്ട് മനസ്സിലാക്കണം അല്ലേ. ഈ സീക്വൻസ് നോക്കിക്കൊണ്ട് നമുക്ക് നോക്കാം. 10 20 മൈനസ്, ഞാൻ പറഞ്ഞല്ലോ ഡിഫറൻസ് എടുത്ത് നോക്കാം എപ്പോഴും. 20 - 10 എത്രയാ 10 ആണ്. 30 - 20 എത്രയാ 10 ആണ്. 40 - 30 എത്രയാ 10 ആണ്. എക്സെട്ര എന്ന് ഇട്ടിരിക്കുകയാണ്. സോ ക്ലിയർലി ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. കാരണം എന്താ, 10 ആഡ് ചെയ്തുകൊണ്ടാണ് ഈ സീക്വൻസ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഈ പ്രോഗ്രഷൻ്റെ 109ാമത്തെ ടേം എന്താണെന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഫോർമുല
ഫോർമുല ഉണ്ട് അല്ലേ, ടേം കാണാനുള്ള ഫോർമുല ഉണ്ട് എ പിയിൽ. അപ്പോൾ ഇതൊരു ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു ഇതൊരു എ പി ആണ് അല്ലേ, ദിസ് ഈസ് ആൻ എ പി. തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത ചോദ്യത്തിൽ ഈ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ചില്ല. കാരണം എന്താ, ക്വസ്റ്റ്യനിൽ തന്നെ അത് എ പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് എ പി ആണെന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു എ പി ആണെങ്കിൽ നമ്മൾ എ എഴുതണം, ഡി എഴുതണം. നിങ്ങൾക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് എ എന്ന് പറഞ്ഞാൽ എന്താ 10 ആണ്, ഡിയും ഇവിടെ എന്താ 10 ആണ് അല്ലേ, 10 അല്ലേ ഇവിടെ ആഡ് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് T109 109ാമത്തെ ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു, അത് കണ്ടുപിടിക്കണം. ഞാൻ ടേം കാണാനുള്ള ഫോർമുല എഴുതുന്നു. ഈ ഫോർമുല ഒക്കെ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ഫോർമുല പഠിച്ച് എഴുതുന്നതിന് തന്നെ നമുക്കൊരു മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ TN എന്ന് പറയുന്നത് A+n-1 × D എന്നാണ്. കാണാൻ പറഞ്ഞതിലേക്ക് വരാം. T109 എന്ന് പറയുന്നത് A+10+109 - 1 × D. D എന്ന് പറയുന്നത് എന്താ 10 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് ഈ 109 - 1 എന്ന് പറയുന്നത് 108 × 10. ദിസ് ഈസ് ഈക്വൽ ടു 10 പ്ലസ്, ഞാൻ പറഞ്ഞല്ലോ മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രിഫറൻസ്, ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഈസി അല്ലേ, 0 കൊടുത്താൽ മതിയല്ലോ. സോ 1080, 1080ൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 1090. സോ ദിസ് ഈസ് ദ 109th ടേം ഓഫ് ദിസ് സീക്വൻസ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് എനിക്കൊരു വിശ്വാസം. സീക്വൻസ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയ സംഭവമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ തന്നെയാണ് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതൊരു സീക്വൻസ് തന്നാലും നിങ്ങൾക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും, അതായത് തിരിച്ചറിയാനും, അതിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ ടേം ആണെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സീക്വൻസ് തന്നുകൊണ്ട് കാണാൻ പറഞ്ഞതാണ്. ഇനി നമ്മളുടെ കയ്യിൽ സീക്വൻസ് ഇല്ലാതെ നമുക്കിത് കാണേണ്ടി വരും. അങ്ങനത്തെ പ്രോബ്ലംസിലേക്ക് വരാം നമുക്ക്. ഓക്കെ, ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ തന്നെയാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതുന്നു. 3ാമത്തെ ചോദ്യമാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് the first term of AP is 4 and the third term is 12. Find the 31st term. 31ാമത്തെ ടേം എന്താണ്? ഇവിടെ നോക്കൂ, ഈ ചോദ്യം നോക്കിയാൽ ഈ ചോദ്യത്തിൽ നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഒരു എ പിയുടെ ഫസ്റ്റ് ടേം 4 ആണ്, കൂടാതെ തേർഡ് ടേം 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമേ തന്നിട്ടുള്ളൂ, ഒരു എ പി തന്നിട്ടില്ല. എന്നിട്ട് ആ എ പിയുടെ 31ാമത്തെ ടേം എന്താണ്? ദറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് തന്നാലും, ഒരു എ പിയിലെ ഏത് ചോദ്യം തന്നാലും എയും ഡിയും ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം ഞാൻ എയും ഡിയും കാണുക എന്നുള്ളതാണ് നമ്മളുടെ എയിം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്താ, തന്നേക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് സിമ്പിൾസിലേക്ക് എഴുതാം. ആദ്യം ഫസ്റ്റ് ടേം ഓഫ് ആൻ എ പി ഈസ് 4 എന്ന് പറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ടേം 4 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം, ഫസ്റ്റ് ടേമിനെ നമ്മളെപ്പോഴും എ എന്ന ഡിനോട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് തേർഡ് ടേം ആണ് തന്നിരിക്കുന്നത്, ഗിവൺ. അടുത്തത് എന്താ, തേർഡ് ടേമിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്, T3 എന്നാ പറയുന്നത് അല്ലേ. T3 എന്ന് പറയുന്നത് എന്താ, T3 ഈക്വൽ ടു 12. 3ാമത്തെ ടേം 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ, 31ാമത്തെ ടേം എന്താണ്? ദറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. 31st ടേം എന്താണെന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നോക്കിയേ, T3 ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വി നോ ദാറ്റ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. nth ടേം കാണാനുള്ള ഫോർമുല നമുക്ക് അറിയാവുന്നതാണ്. Tn എന്ന് വെച്ചാൽ A+n-1 × D എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ T3 എന്ന് വെച്ചാൽ A+3-1 × D എന്നല്ലേ പറയാൻ പറ്റുക. ദാറ്റ് ഈസ് ഈക്വൽ ടു A+3-1 എന്ന് വെച്ചാൽ 2 അല്ലേ, A+2D. നമുക്ക് തന്നിട്ടുണ്ട് T3 എന്ന് പറയുന്നത് 12 ആണെന്ന്. ദാറ്റ് ഇംപ്ലൈസ്, അതിൻ്റെ അർത്ഥം എന്താ, A+2D. T3 എന്ന് വെച്ചാൽ A+2D ആണ്, അതെന്താ 12 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ഇവിടെ അങ്ങോട്ട് കൊടുക്കാം, കാരണം എയും നമുക്കിവിടെ തന്നിട്ടുണ്ട്. 4 + 2D ഈക്വൽ ടു 12 എന്ന് കിട്ടി. ദാറ്റ് ഇംപ്ലൈസ് 2D ഈക്വൽ ടു 12 - 4. 12 കാരണം 4നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇതൊരു ഇക്വേഷൻ അല്ലേ, ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, പ്ലസ്സിലോ മൈനസിലോ നിൽക്കുന്ന സംഖ്യ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോവാം.
അപ്പോൾ ഇവിടെ +4 ആണ്, അത് ഇവിടേക്ക് പോയപ്പോൾ -4 ആയി. അപ്പോൾ 12 - 4 എന്ന് വെച്ചാൽ 8 ആണ്. അപ്പോൾ 2D = 8 എന്ന്. അപ്പോൾ D എന്താ 8/2 എന്നാണ്. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ 2D എന്ന് വെച്ചാൽ 2 × D ആണ് 8. അപ്പോൾ അവിടുന്ന് D കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണ്? മൾട്ടിപ്ലൈ ചെയ്ത് നിൽക്കുന്നതിൽ നിന്ന് വേരിയബിളിനെ കാണാൻ ഡിവൈഡ് ചെയ്യണം. 8/2. സോ വാട്ട് ഈസ് 8/2? 4. അപ്പോൾ D കിട്ടി. അപ്പോൾ A എന്നുള്ളത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. D ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. എയും ഡിയും കിട്ടിയാൽ നിങ്ങൾക്ക് ആ ഒരു AP-യിലെ എത്രാമത്തെ ടേം വേണമെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാം. കാരണം ഫോർമുലയിൽ എയും ഡിയും മാത്രമേ നമുക്ക് വേണ്ടൂ. ഈ ചോദ്യത്തിൽ നമുക്ക് AP എന്താണെന്ന് തന്നിട്ടില്ല, അതിന് പകരം ടേംസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നുകൊണ്ട് എയും ഡിയും ഞാനിവിടെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് കാണാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. ചോദിച്ച ചോദ്യം ഇതാണ്, T31 എന്താണെന്നാണ്. T31 എന്ന് വെച്ചാൽ A + 31 - 1 × D. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു A എന്നുള്ള വെച്ചാൽ എന്താ 4 + 31 - 1 എന്ന് വെച്ചാൽ 30 × D. D നമ്മൾ കണ്ടുപിടിച്ചു 4 ആണെന്ന്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 + 30 × 4. 30 × 4 എന്ന് പറയുന്നത് എന്താ 120. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 124. കണ്ടോ? സോ 31ാമത്തെ ടേം നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണോ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അല്ലേ? സീക്വൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഈസ് ആൻ എൻഡ്ലെസ് സക്സഷൻ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ സോ ദാറ്റ് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് നമ്മൾ സീക്വൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വി ക്യാൻ കൺസ്ട്രക്റ്റ്, നമുക്കൊരു സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒന്നെങ്കിൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്. കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സീക്വൻസിനെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നും, മൾട്ടിപ്ലൈ ചെയ്ത് ഫോം ചെയ്യുന്ന സീക്വൻസിനെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുമാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ എന്നീ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രഷനും കൂടിയുണ്ട്. അത് നമുക്ക് ഇത് രണ്ടും മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് പോകാം. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ ഇന്ന് പഠിച്ചേക്കുന്ന ഒരു കാര്യം ഇതാണ്, ടേംസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്രാമത്തെ ടേം വേണമെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് മതി? ആ സീക്വൻസിൽ അല്ലെങ്കിൽ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും. എന്താ ഈ കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ് ഫോം ചെയ്യുമ്പോൾ ഒരു നമ്പർ, ഒരു കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്താൽ പോയെന്ന് പറഞ്ഞില്ലേ, ആ ആഡ് ചെയ്ത നമ്പറാണ് കോമൺ ഡിഫറൻസ്. അത് നമുക്കൊരു സീക്വൻസ് വലിയ വലിയ സംഖ്യകളൊക്കെ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് കാണാൻ നമുക്ക് ഒറ്റ കാര്യം മതി, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതേ അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അടുത്തടുത്ത് നിൽക്കുന്ന ടേംസിൻ്റെ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അതൊക്കെ ഒരു കോൺസ്റ്റന്റ്, അതായത് സ്ഥിരമായ ഒരു സംഖ്യയാണെങ്കിൽ അത് കോമൺ ഡിഫറൻസ് ആണ്. അതാണ് AP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയും ഡിയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് AP-യുടെയും നമുക്ക് ടേംസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഫോർമുല ഇതാണ്, Tn = A + n - 1 × D. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു. കാരണം ഇതിൽ കുറച്ചുകൂടി ഉണ്ട് നമുക്ക്. അപ്പോൾ കുറച്ചായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഈ ടേംസ് കൂടാതെ, ടേം കാണാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഇതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, കുറച്ചുകൂടി ട്വിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് മുഴുവനും ഡയറക്റ്റ് പ്രോബ്ലംസാണ്. കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്കിതിലുണ്ട്. അതും കൂടാതെ സം ഓഫ് ദ ടേംസ് ഓഫ് ആൻ AP, ഇത്ര ടേംസിൻ്റെ സമ്മൂടി എങ്ങനെ AP-യിൽ കാണാം എന്നുള്ളതും അതിനെ ബേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ കൂടിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.